മാനേജ്മെൻറ്റ് പ്രതികളുടെ ചർച്ചയ്ക്കൊന്നും വേണ്ട. നിയമാനുസരണമായി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഗവൺമെൻറ് ആലോചിക്കട്ടെ. ഗവൺമെൻറ് ആ നിലയിൽ പോകുക. മാനേജ്മെൻറ്റ് ചർച്ച ചെയ്യേണ്ട കാര്യം എന്താ? മാസ്റ്റർ കോളേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മാർക്ക് തന്നെയാണ്. ഒരു അധ്യാപകൻ വിചാരിച്ചാൽ ഒരു കുട്ടിയെ തോൽപ്പിക്കാൻ ജയിപ്പിക്കാം, അത് തന്നെയാണ്. അപ്പോൾ അതിന് ഒരാളെ മാത്രം നമ്മൾ ഏൽപ്പിക്കേണ്ട കാര്യമില്ല, ഒരു സമിതിയെ ഏൽപ്പിക്കണം. ഇപ്പം മെഡിക്കൽ ബോർഡ് ഉണ്ടല്ലോ, ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ മെഡിക്കൽ ബോർഡിൽ ഇപ്പം മുൻപൊക്കെ ഏതെങ്കിലും ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്താൽ മതിയല്ലോ. ഇപ്പോൾ അത് പോരല്ലോ. ഒരു മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ചെയ്താലേ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ട്രാൻസ്ഫറിനോ പ്രൊമോഷനോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്താറുള്ളൂ. അതുകൊണ്ട് അത് ചർച്ച ചെയ്യണം. നമ്മൾ ഏകപക്ഷീയമായി നമ്മൾ പറയേണ്ട ഒരു കാര്യമില്ല. അതിൻ്റെ ഒരു എങ്ങനെ വേണം സമീപിക്കേണ്ടെന്ന കാര്യം സംബന്ധിച്ചോളം എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു. ഇത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പലരും പുറത്ത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പലരും വളരെ പ്രതീക്ഷയോടുകൂടി ഡോക്ടറാവാൻ, എഞ്ചിനീയറാവാൻ, അഗ്രികൾച്ചർ ഓഫീസറാവാനൊക്കെ വരുന്നവർ അങ്ങ് സഹിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ഇടപെടുന്നുണ്ട്, യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളിൽ യൂണിവേഴ്സിറ്റി ഇടപെടുന്നുണ്ട്. പക്ഷേ ഒന്നും മിണ്ടാതെ നടന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പിന്നെ കുറേ കാര്യങ്ങളെങ്കിലും അറിയുന്നത് ഗവൺമെൻറ് പുതിയ കൗൺസിലിംഗ് കൊണ്ടുവന്നു, പല കോളേജുകളിൽ കൗൺസിലിംഗ്. അപ്പോഴൊക്കെയാണ് ചിലപ്പോൾ ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഇതൊരു ഇടതുപക്ഷത്തിൻ്റെ ഇഷ്യോ, പിന്നെ വലതുപക്ഷത്തിൻ്റെ ഇഷ്യോ, BJPയുടെ ഇഷ്യോ എന്നല്ല, ഇതൊരു പൊതു ഇഷ്യൂ ആയിട്ട് നമ്മളിതിനെ കാണേണ്ടതായിട്ടുണ്ട്. അത് ഈ മാർക്ക്, ഈ ഇന്ത്യയിലുള്ള മാർക്കാണല്ലോ ഇവരെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നത്. ആ ഇന്ത്യയിലുള്ള മാർക്ക് ഒരു വ്യക്തി കൊടുക്കേണ്ട കാര്യമില്ല. അതിന് സംവിധാനത്തെ പറ്റി ആലോചിക്കണം, അതിന് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അതോറിറ്റിയെ പറ്റി ആലോചിക്കണം. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ അങ്ങനെ ചെയ്തല്ലോ. സ്കൂളിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്തി. ഇന്ത്യയിലെ മാർക്ക് കൊടുക്കുന്നത് പഠിപ്പിക്കുന്ന അധ്യാപകരോട് കൂട്ടായി ആലോചിച്ചുകൊണ്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയും. ആ ക്ലാസ് എടുക്കുന്ന അധ്യാപകരോട് പരസ്പരം ആലോചിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയിലെ മാർക്ക് അവസാന രൂപം കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്നിപ്പോൾ സ്കൂളുകളിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ സ്കൂളുകൾ ഈ വർഷം മുതൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു വരുന്നത്. മറിച്ച് എനിക്ക് താല്പര്യമുള്ള ആളുള്ള കുട്ടിയാണെങ്കിൽ 25-24 കൊടുക്കും. ഞാൻ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് കേൾക്കാത്ത കുട്ടിയാണെങ്കിൽ പിന്നെ 10% ആക്കിയിടും. അതുവഴി അവൻ തോറ്റ്. മാനേജ്മെൻറ്റ് പ്രതികളുടെ ചർച്ചയ്ക്കൊന്നും വേണ്ട. നിയമാനുസരണമായി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഗവൺമെൻറ് ആലോചിക്കട്ടെ. ഗവൺമെൻറ് ആ നിലയിൽ പോകുക. മാനേജ്മെൻറ്റ് ചർച്ച ചെയ്യേണ്ട കാര്യം എന്താ?